വലിയ ബറക്കത്തിന് അതൊരു കാരണമായി. ആ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയെ രണ്ടാമതായി വിവാഹം ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയല്ല, അനസ് റളിയല്ലാഹുവിന്റെ ഉപ്പ വേറെയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച ശേഷം ആ വീട്ടിൽ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിശ്രമിക്കാറുണ്ട്. വിശ്രമിക്കുമ്പോൾ തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് നെറ്റിത്തടം നന്നായി വിയർത്തിരിക്കുമ്പോ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ഒരു കുപ്പി കൊണ്ടുവന്ന് നെറ്റിയിൽ നിന്ന് അവിടുത്തെ പരിശുദ്ധമായ വിയർപ്പിന്റെ കണങ്ങൾ, മുത്തുമണികൾ തുള്ളികളായിട്ട് അതിങ്ങനെ തുടച്ച് കുപ്പിയിലേക്ക് നിറക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, എന്താ നിങ്ങൾ ചെയ്യുന്നത്, എന്താ നിങ്ങൾ ചെയ്യുന്നത് ഉമ്മു സുലൈമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന അത്തറുണ്ട്, സുഗന്ധമുണ്ട്, ആ സുഗന്ധത്തിലേക്ക് ഒരു തുള്ളി ഉറ്റിക്കാനാണ്. വഹുവ അത്യബുത്തീബ്, അങ്ങയുടെ ഈ വിയർപ്പിന്റെ കണങ്ങൾ ഏറ്റവും വലിയ സുഗന്ധമാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന അത്തറിൽ കുറച്ചങ്ങ് ചേർത്താൽ അത് നല്ല സുഗന്ധമായി മാറും. വല്ലാത്ത സുഗന്ധം അതിനുണ്ടാകും. അതേ, കൂടുതൽ നേരം നിലനിൽക്കുന്ന സുഗന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സ്പർശിച്ച ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ നെറ്റി, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ തലഭാഗം, അതിന്റെ സുഗന്ധം പെട്ടെന്ന് തന്നെ പോയി തീരൂല. തങ്ങളൊരു ഭാഗത്തുകൂടെ പോയാൽ പിന്നാലെ പോകുന്ന ആളുകൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാസനിച്ചുകൊണ്ട് അവർ പറയും, ഇതിലൂടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ടുണ്ടല്ലോ, സുഗന്ധം വാസനിക്കുന്നുണ്ടല്ലോ. ചില ആളുകൾ അടുത്ത് വന്നാൽ ചോദിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെ കൈ സുഗന്ധം വാസനിക്കുന്നുണ്ടല്ലോ. അതെ, ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. എന്റെ കൈ കുറച്ചു നേരം മുമ്പാണ് തങ്ങൾ പിടിച്ചത്. എനിക്ക് തങ്ങളെ കൈ പിടിക്കാൻ ഭാഗ്യം കിട്ടി. ആ വാസന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയൊരു ബറക്കത്താണത്. ആ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതൊരു സുഗന്ധമായി മാത്രം ഉപയോഗിക്കാനല്ല നബിയേ, നസ്തശ്ഫീ ലിസുബിയാനിനാ, ഞങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ അല്പം ഒന്ന് എടുത്ത് പുരട്ടിക്കൊടുത്താൽ ശമനം കിട്ടാനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞോ? തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? അസബ്തി യാ ഉമ്മ സുലൈം, ഉമ്മു സുലൈമേ, നിങ്ങൾ ചെയ്തത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുട്ടികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ നാവിലൊന്ന് പുരട്ടിക്കൊടുത്താൽ അവർക്ക് നല്ല ഗ്രാഹ്യശക്തി കിട്ടും, നല്ല ഓർമ്മശക്തി കിട്ടും, പഠിക്കാൻ നല്ല ഉണർവ് കിട്ടും, അതേ രോഗത്തിന് ശമനം കിട്ടും. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ആ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പലപ്പോഴും. ഒരിക്കൽ ഭക്ഷണം കഴിച്ചിട്ട് തങ്ങൾ പുറത്തിറങ്ങുമ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഖുവൈസ, എനിക്കൊരു പ്രത്യേകതയുണ്ട്. മദീനക്കാരിൽ പലർക്കും ഇല്ലാത്തൊരു പ്രത്യേകത എനിക്കുണ്ട്. എന്താണ് നിങ്ങൾക്കുള്ള പ്രത്യേകത? ഖുവൈദിമുക അനസു യാ റസൂലല്ലാഹ്, എന്റെ മോനാണല്ലോ തങ്ങളെ ഖാദിമ്, എന്റെ മോനാണല്ലോ തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നത്. അത് ഈ ഉമ്മക്കുള്ളൊരു പ്രത്യേകതയാണ്. ഒരു കുട്ടി ഇവിടെ പഠിക്കുമ്പോ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് ആ പ്രത്യേകത പറയാം. കുട്ടികൾക്ക് ക്യാൻറ്റീനിൽ ഭക്ഷണം ഒരുക്കുന്നവർക്ക് ആ പ്രത്യേകത പറയാം. ആ കുട്ടിയെ പഠനത്തിന് വേണ്ടി വിട്ട രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് ആ ബഹുമതി പറയാം. ആ കുട്ടി ഇവിടുന്നാ പഠിച്ചത്, ഈ ഉസ്താദിൽ നിന്നാ പഠിച്ചത്. വലിയ അഭിമാനത്തോടെ അവർ പറയും. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും പറയും. അല്ലാഹു വലിയ സന്തോഷം നൽകുമാറാകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഖാദിമായ അനസ്, എന്റെ മോനാണല്ലോ നബിയേ, ഉദ്ഉല്ലാഹ ലഹു, എന്റെ മകന് വേണ്ടി തങ്ങളൊന്ന് പ്രാർത്ഥിക്കണം.
മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാരുടെ പ്രാർത്ഥന അത് വലിയ സന്തോഷം നൽകുന്ന ദുആയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഉയർച്ചക്കുള്ള കാരണം അവിടുത്തെ ഉസ്താദുമാരുടെ വലിയ പ്രാർത്ഥനയുടെ ബറക്കത്താണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ ഉയർച്ചക്ക് കാരണം ഉസ്താദുമാരുടെ പ്രാർത്ഥനയുടെ ബറക്കത്താണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരെയൊക്കെ നോക്കുമ്പോ അങ്ങനെ എണ്ണി പറഞ്ഞാൽ എല്ലാവരിലും കാണാം. അനസ് റളിയല്ലാഹു അൻഹു ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കുന്നു. അല്ലാഹുമ്മ അക്സിർ മാലഹു അല്ലാഹുമ്മ അക്സിർ വലദഹു. സമ്പത്ത് അധികം കൊടുക്കുക അല്ലാഹ്, സന്താനങ്ങളെയും അധികം കൊടുക്കുക അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് 3 എണ്ണമാണ് ദുആരുന്നത്, 2 എണ്ണം ദുനിയാവിൽ വെച്ച് ഞാൻ അനുഭവിച്ചു. ഒന്ന് സമ്പത്തിന്റെ ആധിക്യത്തിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്തു. എനിക്ക് സമ്പത്തിൽ ഒരു കുറവും അല്ലാഹു തന്നിട്ടില്ല, ഇഷ്ടം പോലെ സമ്പത്താ തന്നത്. ഇൽമിന്റെ വഴിയിലായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 10 കൊല്ലം. തങ്ങൾ വഫാത്താകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് 20 വയസ്സാണ്. ആ യുവത്വത്തിന്റെ നല്ല പ്രസരിപ്പാർന്ന സമയം. ഒരുപാട് ഇൽമു പഠിച്ചു. തങ്ങളോടൊപ്പം പല സ്ഥലങ്ങളിലേക്കും പോകാൻ ഒറ്റയ്ക്ക് ചാൻസ് കിട്ടി അനസ് റളിയല്ലാഹു അൻഹുവിന്. വലിയ ഭാഗ്യമാണത്. ആ അനസ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇന്ന് നമ്മൾ കേൾക്കുന്ന സിറിയ, ദമഷ്കിലേക്ക് അനസ് റളിയല്ലാഹു അൻഹു വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് 10,000-കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു വരുന്നത് ഒരു നോക്ക് കാണാൻ, പറ്റുമെങ്കിൽ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ, ദുആഇന്റെ സദസ്സിലൊന്ന് സംബന്ധിക്കാൻ. ആരാ വരുന്നത്? 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഒരത്തർ 2 കൈയിന്റെ പുറത്തും ഉള്ളിലും അത്തർ തേക്കും. അപ്പൊ അനസ് റളിയല്ലാഹുവിനോട് മക്കൾ ചോദിച്ചു, ഉപ്പ എന്തിനാ എപ്പോഴും ഇങ്ങനെ അത്തർ തേക്കുന്നത്? ചിലപ്പോ 5 വക്തിന് പോകുമ്പോ 5 വക്തിനും തേക്കും. ചിലപ്പോ കൂടുതൽ സമയം വീട്ടിൽ വന്ന് പോകണേ, എപ്പോ വീട്ടിൽ വന്ന് പുറത്തിറങ്ങിയോ അപ്പൊ അത്തർ തേച്ചു പോകും. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഒരു ശിഷ്യനുണ്ട് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, എന്നെ കാണുമ്പോഴൊക്കെ പിടിച്ച് കയ്യുമുത്തും. എപ്പ കണ്ടോ കാണുമ്പോഴൊക്കെ പിടിക്കും, കൈ പിടിക്കും, മുത്തും. അതിനി ഒരു ദിവസം 100 പ്രാവശ്യമാണെങ്കിൽ 100 പ്രാവശ്യം. ഓ, നമ്മള് പല ആൾക്കാർക്കും ഇപ്പൊ കൈ പിടിക്കുന്നോ മുത്രോ ഒക്കെ വേറെ കുറെ ശൈലിയാണല്ലേ. ഇതാരാ? സ്വഹാബിമാരുടെ കൂടെ ജീവിച്ച മഹാന്മാർ. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. എന്റെ ശിഷ്യൻ ഒരിക്കൽ പോലും എന്റെ കൈ വിടൂല. അതുകൊണ്ട് ശിഷ്യൻ ഇങ്ങനെ പിടിച്ച് കൈ മുത്തി ഞാൻ അത്ര പിന്നെയും ഇങ്ങനെ തേക്കാണ്. അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അത്രയൊന്നും തേച്ചിട്ടില്ലെങ്കിലും ആ കയ്യിന് വലിയ ബറക്കത്തുണ്ട്. ഒരുപാട് തവണ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈ പിടിക്കാൻ ഭാഗ്യം കിട്ടിയ കൈയല്ലേ, അവിടുത്തെ ദുആഇന്റെ ബറക്കത്ത് കിട്ടിയ കൈയല്ലേ. അനസ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിട്ടില്ല, ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. കാരണം ദുആ അങ്ങനല്ലേ, സമ്പത്ത് അധികം കൊടുക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോഴുള്ള ദുആ, ഉസ്താദ് ശിഷ്യന് വേണ്ടി ആ കുടുംബത്തിൽ മൊത്തം ബറക്കത്താ. എന്തൊരു ബറക്കത്താ നിങ്ങൾ നോക്ക്. മക്കളെയും അധികം കൊടുക്കണേ. പണ്ഡിതന്മാര് പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു സ്വന്തം മുതുകിൽ നിന്ന് 100 മക്കൾ വന്നിട്ടുണ്ട്, 100-ലധികം മക്കൾ ജനിച്ചിട്ടുണ്ട്. കുറച്ചൊന്നല്ല, നമ്മളൊരു മഹല്ല് മൊത്തം ഉണ്ടാവും. വരിയായി നിൽക്കുകയാണെങ്കിൽ ഇത്രയും മക്കളെ പോറ്റി വളർത്താൻ ഇഷ്ടം പോലെ സ്വത്തുണ്ട്, ഒരു കുറവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടന്നു. തങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഭാഗ്യങ്ങളൊക്കെ കിട്ടി എന്നുള്ളത് കൊണ്ട് ഒരാളെയും ഒരു ചെറിയ രൂപത്തിൽ പോലും പേടിച്ചിട്ടില്ല. അന്ന് അനസ് റളിയല്ലാഹു അൻഹു ശക്തമായ ഭാഷയിൽ നിശിതമായി വിമർശിച്ച രാജാവാണ് ഹജ്ജാജ്. ഹജ്ജാജ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യനാ. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അറുകൊല നടത്തിയ മനുഷ്യനാണ് ഹജ്ജാജ്.
ഹജ്ജാജിനെ പറ്റി പണ്ഡിതന്മാർ പലരും എഴുതിയാൽ മലിക്കുൽ ലാലിം, അക്രമിയായ ഭരണാധികാരിയാണ്. കാരണം സ്വഹാബിമാരെയും താബീങ്ങളെയും പലരെയും നിഷ്കരുണം കൊന്നതുകൊണ്ട്. ഭരണത്തിന്റെ അനീതിപരമായ വിഷയങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ കൊല്ലാന്നാണ് ചുറ്റുപാട്. ഇന്നും പലപ്പോഴും പലയിടത്തും അങ്ങനെ ഉണ്ടായാല് നീതിബോധത്തിന് വേണ്ടി ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ അയാളെ പതുക്കെ എങ്ങനെങ്കിലും ഒന്ന് പതുക്കെ ഇരുത്തിയിട്ട് പിന്നെ ഒരു നിലക്കും മിണ്ടാപ്രാണിയാക്കി മാറ്റണം. അതാണല്ലോ ഇന്നും ശ്രമം നടക്കൽ പലപ്പോഴും പല ഭാഗങ്ങളിലും. അനസ് റളിയല്ലാഹു അൻഹു ശബ്ദിച്ചു ഹജ്ജാജിന്റെ ദുർഭരണത്തിനെതിരെ. അനസ് റളിയല്ലാഹു അൻഹുവിന് അറസ്റ്റ് വാറണ്ട് വന്നു. നിങ്ങളെ രാജാവ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാ രാജാവ്? ഹജ്ജാജ്. ഹജ്ജാജിന്റെ അടുത്തുക? മാഷാ അല്ലാഹ്. സംഭാവന വേണ്ടേ? വെറുതെ ഇല്ലേന സഹോദരിമാർക്ക് കൊടുക്കില്ലേ? തബറുക്കിന്റെ തേനുണ്ട്. നമ്മൾ തബറുക്ക് ഇങ്ങനെ പറയുമ്പോൾ കൂട്ടത്തിൽ ആ തേനും കൂടി വാങ്ങിയാൽ നല്ലതാണല്ലോ. ഇൻഷാ അല്ലാഹ് അത് തരും, എല്ലാവരുടെ കൈകളിലേക്കും തരും. ദർസിലേക്ക് ഉള്ള ഒരു സംഭാവന കൊടുത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന, ഞാനൊരു അതതൊന്നും പറയുന്നില്ല, അതാ നല്ലത്. ഞാൻ പറഞ്ഞിട്ടത് കുറഞ്ഞോയിന്നും ആകണ്ട, കൂടിപ്പോയിന്നും ആകണ്ട. നിങ്ങൾ മനസ്സിൽ പൊരുത്തപ്പെട്ടൊരു സംഭാവന കൊടുക്കുക. ദർസിലേക്കുള്ളതാണല്ലോ. നേരത്തെ കൊടുത്തതൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. നേരത്തെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇബ്രാഹിം വാക്കവി ഉസ്താദിൻ്റെ അടുത്ത് രക്ഷിതാക്കളെ ഏൽപ്പിച്ചതുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ അലുസ്താദിൻ്റെ കയ്യിലേൽപ്പിച്ചതും പറഞ്ഞതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നമുക്ക് വലിയ ദുആ നടത്തി തരാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് കുറച്ച് കഴിഞ്ഞാൽ എത്തും. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഖിദ്മത്ത് എടുത്ത് നടന്നതുകൊണ്ട് ആരും പേടിച്ചിട്ടില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇപ്പൊ പോണോ അല്ലെങ്കിൽ നാളെ പോണോ? എപ്പോഴാ പോണ്ടത്? രാജാവിന്റെ അറസ്റ്റ് വാറണ്ട്. എന്ത് അറസ്റ്റ്? എന്നോട് പലതും ചോദിക്കാണ്ടാവും അല്ലേ? അതെ. മഹാനവറുകൾ പോകുമ്പോ പലരും ചോദിച്ചു, ഞങ്ങൾ ആരെങ്കിലും കൂടെ? ആരും വരണ്ട, ഞാൻ ഒറ്റക്ക് പോയാൽ മതി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അല്ലേ, ഞാൻ ഒരുപാട് കണ്ട ആളാണ്, എന്നെ ഒന്നും ചെയ്യാൻ അവന് കഴിയില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അടുത്തേക്ക് ഞാൻ അങ്ങ് ചെല്ലും, പറയേണ്ടത് പറയും, സുരക്ഷിതനായി ഞാൻ തിരിച്ചു പോരുകയും ചെയ്യും, ഒരു പേടിയും എനിക്കില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വാഹനം കയറി പുറപ്പെട്ടു. ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ആളുകൾ പറഞ്ഞു, രാജാവേ, ഇതാ അനസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ഒറ്റക്കാണോ എന്ന് ചോദിച്ചു. ഒറ്റക്കാണ് വരുന്നത്. നേരെ മുന്നിൽ ചെന്നു. എന്നെ കാണണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് ആവശ്യം? എന്റെ ഭരണത്തിന്റെ വീഴ്ചകൾ പറഞ്ഞ് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഉണ്ട്. രാജാവായിട്ട് ഭരണം നടത്തുകയാണെങ്കിൽ നീതിമാനായി ഭരണം നടത്തണം. നീതിയോടെ നടത്താൻ കഴിയില്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞിട്ട് പകരം വേറെ ആളെ ഏൽപ്പിക്കണം. നിങ്ങൾ അനീതിപരമായി എന്ത് പ്രവർത്തിക്കുന്നോ ഞാൻ അതിനെതിരെ പറയും. ഇത്രയും പറഞ്ഞു, ഇനിയും പറയും. ആ സമയത്ത് ഹജ്ജാജ് പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നുകളയും. നിന്റെ കൈകൊണ്ടാണ് എന്റെ മരണം എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ നിനക്ക് നല്ല സാഷ്ടാംഗം ചെയ്തിട്ട് നിന്നെ ബഹുമാനിക്കുമായിരുന്നു. നിനക്കെന്നെ തൊടാൻ കഴിയൂല. എന്റെ ശരീരം തൊട്ട് കളിക്കാൻ നിനക്ക് കഴിയൂല. ചോദിച്ചു ഹജ്ജാജ് ഇത്ര ധൈര്യത്തോടെ എന്താ പറയാൻ കാരണം? ഞാൻ ഖിദ്മത്തെടുത്തത് ആർക്കാന്നറിയുമോ? സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്തെടുത്ത ഖാദിമാണ് ഞാൻ. ഏത് നാശം പിടിച്ച ആളുകളിൽ നിന്ന് കാവൽ കിട്ടാനും അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആവും ചൊല്ലിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. നിനക്കെന്നെ തൊടാൻ കഴിയൂല, എന്നിട്ടല്ലേ കൊല്ലുന്നത്, എന്നിട്ടല്ലേ തല്ലുന്നത്. എന്നെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയൂല. ഹജ്ജാജ് പറഞ്ഞു, ആ ദുആ എന്ന് പറഞ്ഞു തരുമോ? എന്നിട്ട് നിന്നെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ധൈര്യമായിട്ട് ദുആ ചൊല്ലി പോകാനല്ലേ, നിനക്ക് പഠിപ്പിച്ചു തരൂല.
നിനക്ക് പറഞ്ഞുതരാൻ പറ്റൂല. നീ നിന്റെ ഭരണം നന്നാക്കണം. ജനങ്ങളോട് അനീതിപരമായിട്ട് ഒന്നും കൽപ്പിക്കരുത്. ഒന്നും ആളുകളിൽ നിന്ന് അധർമ്മമായിട്ട് നീ വാങ്ങരുത്, പിടുങ്ങരുത്. നീ സ്വാർത്ഥ താല്പര്യക്കാരനാകരുത്. ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കാതെ വകവെച്ചു കൊടുക്കണം. എന്തെങ്കിലും പറയാണ്ടോ നിനക്കെന്ന് വെച്ചു. ഹജ്ജാജ് കുറെ നേരം മുഖത്തോട് മുഖം നോക്കി. ഹജ്ജാജ് പറഞ്ഞു ഒന്നും പറയാനില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ച് വാഹനത്തിൽ കയറി വീട്ടിലേക്ക് പോയി. ചുറ്റുഭാഗത്തുള്ള ആളുകൾ ചോദിച്ചു ഹജ്ജാജിനോട്, ഇത്രയും ഉച്ചത്തിലും ധൈര്യത്തിലും സംസാരിക്കുന്ന കേട്ട് രാജാവേ ഒന്നും? രാജാവ് പറയാണ്, ഞാൻ തൊട്ടാല് എനിക്ക് പണി കിട്ടിപ്പോകും. കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഉണ്ട്. ആ ദുആഉം ചൊല്ലിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിന്നെ പോലുള്ള അക്രമികളായ ആളുകൾ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ എനിക്ക് അവിടുന്ന് കാവലിന് പഠിപ്പിച്ചെന്ന ദുആയാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കണ്ടില്ലേ? എനിക്ക് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴേക്ക് പേടി തോന്നിപ്പോയി. ഹജ്ജാജ് പറയാ, കണ്ടപ്പോഴേക്ക് ഞാൻ പേടിച്ചു പോയി. ഒപ്പിച്ച് സംസാരിച്ചതാ. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്തൊരു ഭാഗ്യമാ സഹോദരങ്ങളെ അല്ലാഹു തആല കൊടുത്തത്. ബറക്കത്ത്. ആ കുടുംബത്തിന് മൊത്തം ബറക്കത്തല്ലേ കൊടുത്തത്. മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു കുട്ടി, ചെറുപ്പത്തിൽ ഒരു കുട്ടി, എനിക്ക് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടായ കുട്ടി മരണപ്പെട്ടപ്പോ വലിയ സങ്കടം ഉണ്ടായി. പക്ഷേ അല്ലാഹു തആല പകരം എനിക്കൊരു കുഞ്ഞിനെ തന്നപ്പോ രാത്രിയാണ് മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിക്ക് ജന്മം നൽകിയത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, മോനെ, ഇന്ന് രാത്രി ഈ കുട്ടിക്ക് നീ കാവൽ നിൽക്കണം. പഴയ കാലത്ത് മദീനത്തും മക്കത്തൊക്കെ ഒരു സ്വഭാവമുണ്ട്. ഒരു കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ, ഒരു ഉമ്മാക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ പരിസരത്തുള്ള അടുത്തുള്ള കുടുംബക്കാരും മറ്റൊക്കെ വന്ന് ആ കുട്ടിനെ എടുത്തിട്ടൊന്ന് മുലയൂട്ടും. പഴയ കാലത്ത് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. അയൽവാസികളായ പെണ്ണുങ്ങളൊക്കെ മുലയൂട്ടും. അപ്പൊ പിന്നെ അതൊക്കെ മെഹറമായിരിക്കും. ഏതായാലും ജീവിതത്തിലൊക്കെ കാണേണ്ടി വരും. എന്നാ പിന്നെ ഹലാലായ കാഴ്ച ആയിക്കോട്ടെ നിർത്തിയിട്ട് അങ്ങനെ മുലപ്പാൽ കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ. അപ്പൊ പിന്നെ ഉമ്മാര് പറയും, അത് എനിക്ക് പിന്നെ മുലയൂട്ടിയ മാതാവാണ്, അതുകൊണ്ട് ആ ഉമ്മയുണ്ട് ഈ ഉമ്മയുണ്ട് എന്നൊക്കെ പറയും. ഒക്കെ വിവിധ ദിവസങ്ങളിലാണ്. കൃത്യമായ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണെങ്കിൽ അതൊക്കെ മുലയൂട്ടിയ മാതാക്കളാകും. പിന്നെ അവരെ പെൺമക്കളൊക്കെ കല്യാണം കഴിക്കാൻ പറ്റൂല, കാരണം സ്വന്തം സഹോദരിമാരായി മാറും. അങ്ങനെ ഒരു ബന്ധം വരും. പിന്നെ ഹറാമിയത്ത് ഉണ്ടാകൂലല്ലോ. ആ നിലക്കൊരു ഒരു മാറ്റം കിട്ടും അതിൽ. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, എനിക്ക് ക്ഷീണുണ്ട്, പ്രസവം നടന്നതല്ലേ, അതുകൊണ്ട് ഈ കുട്ടിക്ക് സുബഹി വരെ കാവലിരിക്കണം. ഉമ്മാര് വന്നാൽ ആര് വന്നാലും പാല് കൊടുക്കാൻ അയക്കരുത്. നേരം വെളുത്താൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോകണം. ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ചെല്ലണം. ഈ കുട്ടിക്ക് മധുരം കൊടുക്കാൻ പറയണം. അനസ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് കുട്ടിയെ എടുത്തു പോയി. നേരെ ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അനിയനല്ലേ, ആ കുട്ടിയെ വാങ്ങി തങ്ങൾ മടിയിൽ വെച്ചു. തലയിൽ തങ്ങൾ ഇങ്ങനെ കൈതൊട്ട് തടവിയിട്ട് ബറക്കത്തിന് ദുആ ചെയ്തു. സമ്മാഹു അബ്ദുല്ലാ, കുട്ടിക്ക് അബ്ദുല്ല എന്ന് പേര് നൽകി. ചോദിച്ചു, മോനെ കാരക്ക കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഒരു കാരക്ക വാങ്ങിയിട്ട് തങ്ങളത് ചവച്ചു. ചവച്ചുകൊണ്ട് ഉമിനീര് കുട്ടിക്ക് പകർന്നു നൽകി. പിന്നീട് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, എന്റെ ഈ കുട്ടിയുടെ വയറ്റിൽ ആദ്യമായി എത്തിയത് റീഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീരാൻ. വെറുതെ ബറക്കത്തിന് ദ്വാരുന്നതല്ല. ഈ കുട്ടിക്ക് പിന്നീട് 10 മക്കൾ ജനിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന ഈ കുട്ടിക്ക് 10 മക്കൾ ജനിച്ചിട്ടുണ്ട്. കുല്ലുഹും യഖറഊനൽ ഖുർആൻ, 10 പേരും ഖുർആൻ ഹാഫിളുകളാണ്.
അതല്ലേ തങ്ങൾ നേരത്തെ ബറക്കത്തിന് ദുആ ചെയ്തത്? എന്തിനാണ് സഹോദരങ്ങളെ ബറക്കത്തിന്റെ ഉമിനീര് വാങ്ങിയത്? അവിടുത്തെ ആ ഒരു ബറക്കത്തിന്റെ ദുആ കൊണ്ട് കിട്ടിയത് ആ ഒരു കുടുംബത്തില് 10 ഹാഫിളീങ്ങളാണ്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്തൊരു സന്തോഷമാണ്. പരലോകത്ത് വരുമ്പോ ആ ഉമ്മാന്റെ മക്കളിൽ പേരക്കുട്ടികളിൽ 10 ഹാഫിളീങ്ങൾ വരി വരിയായി നിൽക്കുകയാണ്. വല്യമ്മയുടെ കൈ പിടിക്കാൻ, വല്യപ്പയുടെ കൈ പിടിക്കാൻ ഒരു ഹാഫിളല്ല, 10 ഹാഫിളുകൾ വരി വരിയായി നിൽക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഖിദ്മത്തിന് വിട്ടുകൊടുത്തതോടുകൂടെ ആ കുടുംബത്തിൽ മുഴുവനും വലിയ ബറക്കത്തല്ലേ അല്ലാഹു നൽകിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന എല്ലാ വീടുകളിലും അവർക്ക് സഹായം ചെയ്യുന്ന എല്ലാ കുടുംബക്കാരിലും വലിയ ഖൈറും ബറക്കത്തും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇൽമിന് വേണ്ടിയുള്ള സഹായം അത് ദീനിന് വേണ്ടിയുള്ള സഹായമാണ്. ഒന്നും കുറയൂല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എത്ര സഹായിച്ചാലും മതിയാകാത്ത സഹായമല്ലേ. ദീനിന് വേണ്ടി നമ്മൾ എത്ര കൊടുത്താലും അത് മതിയാകാത്ത കൊടുതിയല്ലേ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെല്ലാം കൊടുക്കണമോ, ഏതെല്ലാം കൊടുക്കണമോ മുഴുവനും കൊടുക്കാൻ തുനിഞ്ഞ മഹാനല്ലേ. അല്ല, മുഴുവനും കൊടുത്ത മഹാനല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിൽ ഇരുന്ന് റബീഉൽ അവ്വൽ മാസത്തില് അവസാനം നടത്തിയൊരു ഖുതുബയുണ്ട്. ആ ഖുതുബയിൽ തങ്ങൾ പറഞ്ഞു, ഇന്ന അമന്നന്നാസി ഫീ സുഹ്ബതിഹി വ മാലിഹി അബൂബക്കറിൻ. ജനങ്ങളെ കൂട്ടത്തിൽ സഹവാസത്തിലും സമ്പത്തിലും എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്ത ആള് അബൂബക്കർ ആണ് കേട്ടോ. സ്വഹാബിമാര് നിറഞ്ഞു നിൽക്കുന്ന സദസ്സില് മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്, വലിയ സമ്പന്നന്മാരുണ്ട്. അവരുടെ ഇടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളെ കൂട്ടത്തില് ഇത്രയും കാല ജീവിതത്തില് എനിക്ക് ഏറ്റവും നല്ല സഹവാസം ദീനിന് നൽകിയത് ഈ ഇരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എന്റെ സ്വത്ത് പോലെ ഞാനൊരു സ്വത്ത് കൈകാര്യം ചെയ്തത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്താണ്. സ്വന്തം സ്വത്ത് പോലെയാണ് ഞാനത് കൈകാര്യം ചെയ്തത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റവും അധികം സ്വത്ത് നൽകിയത് എന്തിനാണ്? ദീനിനാണ് സഹോദരങ്ങളെ. ദീനിന് കൊടുത്തതുപോലെ മഹാനവറുകൾ ഒന്നിനും കൊടുത്തിട്ടില്ല. കുടുംബത്തിന്റെ വരുമാനത്തിന് ചുരുങ്ങിയ സ്വത്ത് കൊണ്ടാണ് മഹാനവറുകൾ കഴിച്ചുകൂട്ടിയത്. 40,000 ദിർഹമാണ് മഹാനവറുകളുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത്. അതിൽ 35,000 ദിർഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവിധ ഘട്ടങ്ങളിലായി കൊടുത്തുപോയി. ബാക്കി 5,000 ദിർഹമിനാൽ തുടങ്ങിയൊരു കച്ചവടത്തിൽ കുടുംബത്തിന്റെ ചെലവ് വരവുകൾ മുന്നോട്ട് നിയന്ത്രിച്ച് മുന്നോട്ട് നീക്കി. ചുരുങ്ങിയ ചെലവുകളിലൂടെ കുടുംബത്തെ നയിച്ചു മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തത് പകുതിയാണോ? അല്ല, 3/4 ഭാഗത്തിലധികം തന്നെ. വേറെ ചില സന്ദർഭങ്ങളിൽ കൊടുത്തത് വേറെയുണ്ട്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, ഇൽമിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഒന്നും നമുക്ക് നഷ്ടമാകില്ല. ഇൽമിന് വേണ്ടിയുള്ള സഹായം അത് ഏറ്റവും വലിയ സഹായമാണ്. ദുനിയാവിലും ഏറ്റവും വലിയ സഹായമാണ്, ആഖിറത്തിലും ഏറ്റവും വലിയ സഹായമാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതെന്തും സഹോദരങ്ങളെ അതിങ്ങനെ
പുഷ്പിക്കുകയാണ്. ഫലം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ്, ഒന്നും കുറയുകയല്ല. നമ്മുടെ മക്കളെ ദീന് പഠിക്കാൻ വിട്ടോ, നമുക്ക് അല്ലാഹു തആല ബറക്കത്ത് ധാരാളം വർദ്ധിപ്പിച്ചു തരികയാണ്, ഒന്നിനും കുറവ് വരില്ല. വളരെ ഫഖീറായ നിലക്ക് അള്ളാഹുവിന്റെ ദീന് പഠിച്ച മഹാനല്ലേ സയ്യിദുന അബൂ ഹുറൈറ. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു ബറക്കത്ത് നൽകിയില്ലേ? കുറച്ച് കാരക്കകൾ കൊണ്ടുവന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ കാരക്കകളൊന്ന് മന്ത്രിച്ചു തരണം. എന്തിനാണ് അബൂ ഹുറൈറ? എന്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും ഉപയോഗിക്കാനാണ്. ആ കാരക്കകൾ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് മന്ത്രിച്ച് ജപിച്ച് അബൂ ഹുറൈറ തങ്ങളെ കയ്യിൽ കൊടുത്തു. അരയിൽ അരപ്പട്ട കെട്ടുന്ന ഭാഗത്ത്, ബെൽറ്റ് കെട്ടുന്ന ഭാഗത്ത് ചെറിയ ഒരു കീസുണ്ടാക്കി, ഒരു സഞ്ചി ഉണ്ടാക്കി, ഈ കാരക്കകൾ അതിന് നിക്ഷേപിച്ചു. ഓരോന്ന് ഓരോന്ന് ഓരോന്നായി എടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭക്ഷിക്കാൻ തുടങ്ങി. ആര് വന്നാലും ഓരോന്ന് ഓരോന്ന് എടുത്ത് മുന്നിൽ അങ്ങനെ വെക്കും. എത്രയാണ് എടുക്കുന്നത്? എത്ര കാലമാണ് എടുത്തത്? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള കാലവും, ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലവും, ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലവും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലവും മൊത്തം കൂട്ടി നോക്കുമ്പോ സഹോദരങ്ങളെ 20 വർഷത്തിലധികം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഭക്ഷണം ഇതേ കാരക്കയിൽ നിന്നാണ്. വലിയ ബറക്കത്തല്ലേ അള്ളാഹു കൊടുത്തത്. വളരെ ഫഖീറായ നിലക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വന്നു, ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുത്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ അള്ളാഹു വലിയ സമൃദ്ധി നൽകി. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ കാരക്ക സഞ്ചി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചന്ന് അത് കരയിൽ നിന്ന് താഴെ വീണുപോയി, കാണാതെയായി. പല ഭാഗത്തും മഹാനവറുകൾ തെരഞ്ഞു തെരഞ്ഞു നടക്കുകയാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, ലിന്നാസി ഹമ്മുൻ വലി ഹമ്മാനി ബൈനഹുമു ഹമ്മുൽ ജിറാബി വഹം മുശൈഖി ഉസ്മാനി. ജനങ്ങൾക്കൊക്കെ ഇന്ന് ഒരു ടെൻഷൻ മാത്രമാണുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ട ടെൻഷനാണ്. എനിക്ക് രണ്ടെണ്ണമാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന ബറക്കത്തിന്റെ ഭക്ഷണം, അതിന്റെ സഞ്ചി കാണാതെയായി പോയി. കാരക്ക സൂക്ഷിച്ചിരുന്ന കവർ കാണുന്നില്ല, എവിടെയോ അത് വീണുപോയി. രണ്ടാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു പോയി. എനിക്കിന്ന് രണ്ട് വിഷമമാണ്, ജനങ്ങൾക്ക് ഒറ്റ വിഷമമേ ഉള്ളൂ. എത്ര വർഷക്കാലമാണ് ആളുകളെ ആ കാരക്ക സഞ്ചിയിൽ നിന്ന് മഹാനവറുകൾ സൽക്കരിച്ചത്. മുന്നിൽ ആര് വന്നാലും, എത്ര പേര് വന്നാലും ഓരോന്ന് ഓരോന്നായി എടുക്കണം. എത്രയും കാരക്ക ലഭിക്കും, എത്രയും അധികം ലഭിക്കും, ഇഷ്ടം പോലെ ലഭിക്കും. സുബ്ഹാനല്ലാഹ്. ആ ഒരു ബറക്കത്ത് അനുഭവിച്ചു പോയി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മുടെ വീട്ടിലും ബറക്കത്ത് കിട്ടും, പക്ഷേ ഉമ്മമാര്, സഹോദരിമാര് ബറക്കത്തിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒന്നും കുറക്കാൻ പാടില്ല. വീട്ടില് സഹോദരിമാർക്ക്, പെങ്ങന്മാർക്കുണ്ട് ചിലപ്പോൾ ഒരു സ്വഭാവം. മുന്തിയ അരി കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ പൊടി കൊണ്ടുവന്നാൽ ആവശ്യമില്ലാതെ പാട്ട് എടുത്തിട്ടൊന്ന് അളക്കും. അത് കൊടുക്കാനുള്ളത് അളന്ന് കൊടുക്കണം, അത് കുറക്കാൻ പാടില്ല, അത് കുറച്ചാ ബുദ്ധിമുട്ടാണ്. പക്ഷെ വെറുതെ എന്തിനാ അളക്കുന്നത്? വെറുതെ അളന്നു പോയാൽ അത് കുറഞ്ഞു പോകും. അങ്ങനെയാണ്, വെറുതെ അളക്കാൻ പാടില്ല. അങ്ങനെ പരിപാടിയില്ല. പാട്ടുകൊണ്ട് വെറുതെ അളക്കുന്നിട്ട് ഇത്ര പാട്ടുണ്ട് തസ്ബീഹും ചൊല്ലി നടക്കുക, അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് ബിസ്മിയും ചൊല്ലി അങ്ങനെ എടുക്കുക, കിട്ടുമ്പോ കിട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായപ്പോ കുറഞ്ഞ ഒരു പൊടി അവിടെ ഉണ്ടായിരുന്നു. ഒരു പാത്രത്തില് കെട്ടിത്തൂക്കി വെച്ച ഒരു പാത്രത്തിലുണ്ടായിരുന്നു കുറച്ച് ഒരു പൊടി ഉണ്ടായിരുന്നു. ആ പൊടി എടുക്കും, ഇങ്ങനെ കോരിയെടുക്കും,
റൊട്ടി ചുടും, പിന്നെയും പൊടി കോരിയെടുക്കും, റൊട്ടി ചുടും. അങ്ങനെ കുറേ ദിവസം അങ്ങനെ മുന്നോട്ട് പോയി. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകലുണ്ടല്ലോ, കെട്ടിവെക്കുന്ന ഒരു എന്താ അതിന്റെ പേര്, ഉരുളി എന്നല്ലേ അല്ലേ? ഉറി. പുതിയ ആൾക്കാർക്ക് ഉറി അറിയാന്ന് പറഞ്ഞ മോനെ ഉറി അറിയാ? അറിയില്ല, വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ മതി ഉറി എന്താണെന്ന്. പഴയ വീടുകളിലൊക്കെ ഉണ്ടാകും ഉറി. ആ ഉറിയിലിങ്ങനെ ഒരു പാത്രത്തിലായിട്ട് ഇതൊക്കെ സുരക്ഷിതമായിട്ട് വെക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം അതിൽ നിന്ന് അങ്ങനെ പൊടിയെടുത്ത് റൊട്ടി ചുട്ടങ്ങനെ. ഒരിക്കൽ എനിക്ക് തോന്നി ഇതൊന്ന് അളക്കണം, പിന്നെ അത് അന്നത്തേക്ക് ഉണ്ടായതുള്ളൂ. മഹദി പറയാണ്, ഞാനത് അളക്കാതിരുന്നെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവനും എനിക്ക് ആ പൊടി മതിയാകുമായിരുന്നു. അളന്നപ്പോ പിറ്റേന്നുണ്ടായില്ല, അന്നത്തോട് കഴിഞ്ഞു. കണ്ട, എന്തിനാവശ്യമില്ലാതെ അളക്കുന്നത്? ആവശ്യമില്ലാതെ അളക്കരുത്. കൊടുക്കാനുള്ളത് അത് അതിൻ്റെ കറക്റ്റ് അളവ് നോക്കി പാത്രത്തിൽ റെഡിയാക്കിയിട്ട് കൊടുക്കണം. അവിടെ കുറവ് വരുത്താൻ പാടില്ല. മുദ്ദുപാത്രം കൊണ്ട് അളക്കണ്ടേ മുദ്ദുപാത്രം കൊണ്ട് അളക്കണം. ലിറ്റർ പാത്രം കൊണ്ടാണ് ലിറ്റർ പാത്രം കൊണ്ട്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് വേറെ കുറെ അളവുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? സ്വാഭാപാത്രത്തിനോട് ഏകദേശം അടുപ്പം വരുന്ന രീതിയിൽ ഉണ്ടായിരുന്നു പല ഇതും. പക്ഷെ അതിന് നമ്മളെ നാട്ടിൽ പറയുന്ന ആ ഭാഷ ചിലപ്പോ ഈ മൈക്കിലൂടെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ ഞാൻ ഭാഷ പറയാത്ത. പുറത്താരെങ്കിലും കേട്ടാല് പിന്നെ അവരതിൽ അണ്ടർലൈൻ ചെയ്യും. അത് വേണ്ടാന്ന് കരുതിയിട്ട് അങ്ങനെ പല പേരിലും അറിയപ്പെട്ടിരുന്നു. ആ അറിയപ്പെട്ട അളവ് പാത്രങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പലതും കണക്കനുസരിച്ച് കൊടുക്കാനുള്ളത് അളക്കണം. വെറുതെ അളക്കരുത്, ബറക്കത്ത് കുറഞ്ഞു. എടുക്കുന്ന അരി, എടുക്കുന്ന ഗോതമ്പ്, എടുക്കുന്ന പൊടി ബിസ്മി ചൊല്ലിയിട്ട് വേണം കോരിയെടുക്കാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിസ്മി ചൊല്ലി കോരിയെടുക്കുന്നത്, ബിസ്മി ചൊല്ലി പാചകം ചെയ്യുന്നത് വലിയ ബറക്കത്തുള്ളതാണ്. പാചകം ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പഴയ കാലത്തൊന്നും കല്ല് കടിക്കാറില്ലല്ലോ തീരെ. ഇന്നത്തെ അത്രയും അരിയൊന്നും ഒന്ന് റെഡിയാക്കാനും മറ്റൊന്നും സമയം കുറവാണ്, സൗകര്യം കുറവാണ്, ഉപകരണം കുറവാണ്. പക്ഷെ നല്ല ബറക്കത്താണ് ഭക്ഷണത്തിൽ. കാരണം എപ്പോഴും കൂടെ ബിസ്മി ഉണ്ടാകും. ബിസ്മി എപ്പോഴും കൂടെ ഉണ്ടാകും. തള്ളക്കൈയിൽ കൊണ്ട് ഒന്നിങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്നിങ്ങനെ അങ്ങോട്ട് കോരിയെടുത്തിട്ട് ഇപ്പുറത്ത് കൊട്ടയിലേക്ക് ഇടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസ്റ്റ് കോരിയിടും. പിന്നെ അതിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഒന്നിങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പോഴും ചൊല്ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിക്കുന്ന നേരത്തും ചൊല്ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ പലതും അസ്തമിച്ചു പോയപ്പോൾ ബറക്കത്തില്ല. ഹബ്ബിൽ വലിയ ബറക്കത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷെ പലരും ഇപ്പൊ ഹബ്ബ് കഴിക്കാൻ പേടിക്കാണ് പലരും അല്ലേ? ധാന്യഭക്ഷണം പറ്റൂല എന്നാ പലരും പറയുന്നത്. ധാന്യത്തിൽ ബർക്കത്തില്ലേ? ധാന്യത്തിൽ ബർക്കത്തുണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല വലിയ അനുഗ്രഹമായിട്ട് തണ്ണി പറഞ്ഞത് വൽ ഹബ്ബുൽ അസ്ഫി വറൈഹാൻ. ഹബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. വൽ ഹബ്ബുൽ അസ്ഫ്, വൈക്കോലുള്ള ധാന്യം. വൈക്കോലുള്ള ധാന്യല്ലേ? വറൈഹാൻ, വാസനുള്ള ധാന്യം. അതുമില്ലേ? അതുണ്ട്. ചില അരിക്ക് നല്ല വാസനയായിരിക്കും അല്ലേ? എന്താ അതിന്റെ പേര്? വാസനുള്ള അരിന്റെ പേരെന്താ? അബ്ബാസ് അരിയോ? ഏതായാലും വാസനുള്ള അരി. വാസന ഉള്ളതുകൊണ്ട് വൈക്കോലുള്ളതുകൊണ്ട് രണ്ടും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. അതിൽ വലിയ ബറക്കത്തുണ്ട്. കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബറക്കത്ത് കുറയാൻ പാടില്ല, ബറക്കത്ത് വർദ്ധിക്കണം. വീടുകളിലൊക്കെ ബറക്കത്ത് വേണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അനസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനസേ നിങ്ങളെ വീട്ടിൽ എപ്പോഴും ബറക്കത്ത് ഉണ്ടാകാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ബറക്കത്ത് വർദ്ധിക്കും. അനസ് റളിയല്ലാഹുവിനെ പറഞ്ഞു, ശരി നബിയെ, ഞാൻ എപ്പോഴും അത് ചെയ്യും. എന്നാ ബറക്കത്ത് ഉണ്ടാകും, അധികരിച്ച് ചെയ്താൽ ഉണ്ടാകും. ഉറപ്പല്ലേ? ഉറപ്പാണ്. നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ആളുകൾ സലാമിനെ വർദ്ധിപ്പിക്കുക. തക്സുറു ബറക്കത്തു ബൈതിക, നിങ്ങളെ വീട്ടിൽ ബറക്കത്ത് വർദ്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കുറഞ്ഞൊരു സംഗതിയല്ലേ സഹോദരങ്ങളെ സലാമ്? അല്ലാഹു തആല തന്നെ പറഞ്ഞില്ലേ, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബാ. നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ
ആരും ആ വീട്ടിലില്ലെങ്കിലും ഒരു സലാം ചൊല്ലിയേക്കണേ. ആരും ആ വീട്ടിലില്ല, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ചാവിയും തുറന്ന് അങ്ങ് കയറുകയാണ്, എന്നാലും ചൊല്ലിയേക്കണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അത് വലിയ ബറക്കത്തിന് കാരണമാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ, മദ്രസയിലേക്ക് പോകുന്നവർ, തിരിച്ചു വരുന്നവർ സലാം പറഞ്ഞിട്ട് പോകാൻ പറയണം, സലാം പറഞ്ഞിട്ട് വന്ന് കയറണം. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ അങ്ങനെയാ വേണ്ടത്. 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോ സലാം പറയാതെ തങ്ങൾ വരുന്ന ഒരു സന്ദർഭം ഇല്ല എന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. തങ്ങൾ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് തങ്ങൾ വീട്ടിൽ നിന്ന് പോയത്, എന്നാലും ജമാഅത്തിന് നേതൃത്വം നൽകി തിരിച്ചു വരുമ്പോ വീണ്ടും തങ്ങൾ